ഹായ് ഹലോ ദേവൂസ് തെച്ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഒരു പാലപ്പ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് തലേദിവസം അരിയെല്ലാം വെള്ളത്തിലിട്ട് കുതിർത്ത് തലേദിവസം തന്നെ അത് അരച്ചു വെക്കുന്നതാണ് പതിവ്. പക്ഷേ ഇതങ്ങനെ ഒന്നും ചെയ്യണ്ട. അരച്ചിട്ട് നമുക്ക് അരമണിക്കൂറിനകം അപ്പം തന്നെ നല്ല പൂ പോലത്തെ അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാൻ ഈ ഒരു കപ്പിന് 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. റേഷൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് വൃത്തിയായിട്ട് ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം. പച്ചരിയെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1.5 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ്. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറിട്ടതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ ഈസ്റ്റ് ചേർത്തിട്ടില്ല. ഈസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ തേങ്ങാവെള്ളം വേണമെങ്കിലും ചേർക്കാം. ഞാനിത് രണ്ടും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നഖക്കെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ്, രാത്രി 10 മണിയൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചത്. ഇനി ഇത് നമുക്ക് രാവിലെ അരച്ചെടുക്കാം. രാവിലെ ആയപ്പോൾ നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അന്നേരത്തേക്ക് നമുക്ക് അപ്പത്തിനുള്ള കറി റെഡിയാക്കാം. അതിനായിട്ട് ഒരു കുക്കറിൽ വിസിൽ മാറ്റിയതിന് ശേഷം ഞാൻ മുട്ടയൊന്ന് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടക്കറിക്ക് ആവശ്യമായ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുക്കറിൽ തന്നെയാണ് ഞാൻ മുട്ടക്കറിയും വെക്കുന്നത്. അതിനായിട്ട് കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ചിക്കൻ മസാല 2 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഗരം മസാല പൊടിച്ചത്, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം എല്ലാം മാറുന്ന വരെ മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് 4-5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതവിടെ ഇരുന്ന് വിസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ മാവ് എന്തായെന്ന് നമുക്ക് നോക്കാം. നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് വേഗം എല്ലാം ചുട്ടെടുക്കാം. അപ്പം എല്ലാം ചുട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ സവാളയെല്ലാം ഇവിടെ നന്നായിട്ട് വഴന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട തോടെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പാലപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം. ബായ്.